ഫ്രണ്ട്സ് ഡ്രീമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ വന്നിട്ടുള്ള എന്താ വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? അപ്പോൾ ഞാൻ മനസ്സിലാണ്ടാവും എന്താണെന്ന്. തന്നെ 7up കാട അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല, ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കി, കണ്ടൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തിട്ടോ. ഞാൻ വേറെ നാട്ടിലൊക്കെ കണ്ടു, നമ്മൾ കേരളം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് പറയട്ടോ, കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വീട്ടിൽ പോകാം. അപ്പം ഞാൻ ഇവിടെ കുഴി കുഴിക്കട്ടെ. നമുക്ക് നമ്മൾ കാടനെ ചൂടാനുള്ള ആയ പണിയിലാണ്. കുഴി കുഴിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആരും കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങളുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോഴേ നമ്മുടെ ചാനൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ നിങ്ങളുടെ എൻ്റെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തണം. അപ്പോഴുള്ള നമ്മളെ ആ തെറ്റുകൾ തിരുത്തിയിട്ട് പിന്നെ അടുത്ത വീഡിയോ നമ്മൾ ശരിയാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പണി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ 7up ഡ്രിങ്ങിൽ കാടനെ ഫില്ലാക്കി വെച്ച് മൂടി വെച്ച് നമ്മൾ ഇതിൽ വെക്കും. എന്നിട്ട് നമ്മൾ അതിനെ കത്തിച്ച് ഒക്കെ സെറ്റപ്പ് ആക്കി നമ്മളിത് കത്തിക്കും, മൂടി വെച്ച് കത്തിക്കും. അതാണ് നമ്മുടെ പ്ലാന്. അങ്ങനെ നമ്മൾ കുഴി ഒഴിക്കുന്നു കേട്ടോ. അത് നമുക്ക് അതിൻ്റെ ആവശ്യം. അപ്പോൾ അത് നമ്മൾ മണ്ണൊക്കെ കോരി എടുക്കാം കേട്ടോ. പിന്നെ നമ്മളെ കാട നമ്മളവിടെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കാട കേട്ടോ. നമ്മൾ അപ്പോൾ ഇതാണ് നമ്മുടെ കാട കേട്ടോ. നല്ല സുന്ദര കുട്ടപ്പനായ കാടയാണ്. കുട്ടപ്പിയാണ് കുട്ടപ്പിയൊരു കാടയാണ്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ശരിയാക്കി എടുക്കണം കാടനെ. അപ്പോൾ മച്ചന്മാരെ കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട്, അതൊന്നും ചേക്കണ്ട നമ്മൾ. അപ്പോൾ നമ്മൾ കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടുത്ത ഞങ്ങൾക്ക് നോക്കാം. നമുക്ക് ചിക്കൻ കാടയിലൊക്കെ മസാലയൊക്കെ നമുക്ക് ആക്കണം. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, അപ്പോൾ നമ്മളിതാ നമ്മുടെ കാടനെ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കാണാൻ നല്ല അടിപൊളി. നമ്മൾ തൂരൊക്കെ കളഞ്ഞാലേ. ഇപ്പോൾ ഇതിന് ഇതുണ്ട് കേട്ടോ, തോലുണ്ട്. നമ്മൾ തൂര് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇതോടെ മാറ്റണം വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മസാലകൾ റെഡിയാക്കി വെക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, അല്ല 1/2 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം കേട്ടോ, നമ്മുടെ 7up. നമുക്ക് 7up ഒന്ന് പൊട്ടിക്കണം. നമ്മൾ നല്ല ഗ്യാസ് പോയിട്ട് എന്നിട്ട് നമുക്കിതാ ഒരു തുള്ളി നമുക്ക് ഒഴിക്കാം. നല്ല പദം വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതാ കുറച്ചും കൂടി എടുക്കുകയാണ്. നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളിത് ആ സ്പൂൺ മാറ്റി നമ്മൾ കൈ കൊണ്ട് നാക്കട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. അതാണ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. വേണ്ടവർക്ക് മതി. നല്ല ഉപ്പുണ്ട് കേട്ടോ. നല്ല പാകത്തിന് മസാല കൈ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയും വേണമെന്നില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മളെ കാടക്കുട്ടനെ എടുക്കാം കേട്ടോ. നമുക്ക് അതിൻ്റെ മേത്തൊന്ന് തേച്ച് കൊടുക്കുക. ഇതെല്ലാ ഭാഗവും നമ്മൾ തേച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും നമുക്ക് തേക്കുന്നത് കാണിച്ചു തരാം. നമുക്ക് എല്ലാ ഭാഗത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ മസാല നമ്മൾ ഈ ഓളിലേക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഉൾഭാഗത്ത് ഒന്നും മസാല ആവില്ല. അപ്പോൾ നമ്മളെ പൊതിയണ്ടല്ലതാ അത് നമ്മൾ എടുത്തിട്ട് നമ്മളെ കോഴിയുടെ ഉൾഭാഗത്തേക്ക് നല്ല ഹോളിലേക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കാണിച്ചാൽ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരു ഫ്ലേവർ ഇട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നല്ലൊരു മണവും നല്ല ഫ്ലേവറൊക്കെ ഇട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കിട്ടും. നമ്മളെ ബാക്കിയെല്ലാം നമ്മൾ കുടിക്കട്ടോ. നമ്മൾ ബാക്കിയുള്ള സാധനം നമുക്ക് ടിന്ന് കളയതിട്ടോ. ടിന്നിന്റെ ആവശ്യം കിട്ടോ. അതാണ് നമ്മളെ മെയിന്. ഉന്മേഷത്തിനും ഉണർവിനും 7up കുടിക്കൂ. അത് നോക്കണ്ട. നമ്മൾ ഇനി അടുത്ത കാര്യം നമുക്കിനി ഇതുകൊണ്ട് നമുക്കിതിൻ്റെ ഈ മുഖഭാഗം ഉണ്ടല്ലോ ഒന്ന് കുത്തി പറിച്ചെടുക്കണം. അപ്പം നമ്മളിപ്പോൾ ഇതാ ഈ കത്തിയോണ്ട് ഇത് തുറന്നെടുക്കണം. ഈ വട്ടം മുഴുവൻ നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ തുറന്നെടുക്കട്ടെ.
അപ്പോൾ നമ്മളിപ്പോൾ ഇതായി ടിന്നിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ, ഒരു ഇതിൻ്റെ ഗ്രണ്ട് ചെയ്ത ഭാഗം, കട്ട് ചെയ്ത ഭാഗം ഒക്കെ ഉള്ളിലേക്ക് പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോഴി എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ അടിഭാഗം തല കീഴായിട്ട് വെച്ച് കൊടുക്കുക. തലഭാഗം അടിഭാഗത്ത് നമ്മൾ കിട്ടും വെച്ചിട്ട് നല്ലതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. ഒരു കയറുന്നൊരു പേടിയൊക്കെ ഉണ്ട്, നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അവസാനം കയറുന്നൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവസാനം നന്നായിട്ട് നമ്മൾ എഫോർട്ട് എടുത്തപ്പോൾ പെട്ടെന്ന് കയറി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് അടുത്ത കെട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ സാധനം ഉള്ളിലേക്ക് തിരികെ വെച്ചിട്ടുണ്ട്, ഫില്ല് ചെയ്ത് കണ്ട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു കെട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അതാ മൈദപ്പൊടിയും ഗോതമ്പൊടിയും പാടുള്ളൊരു മിക്സറിന് അപ്പം കുഴച്ചെടുക്കണേ. നമുക്കിതിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്യാൻ വെക്കാനുള്ള കേട്ടോ, നമ്മൾ ടിന്നിൻ്റെ മേലെ. ഞാൻ കാണിച്ചു തരാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് താഴ്ഭാഗത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്ത് അടിഭാഗത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതങ്ങനെ കാണാൻ കഴിയും നിങ്ങൾക്ക്. അപ്പോൾ നമ്മളിതാ മൈദപ്പൊടി വെച്ചും ഫില്ലിതാ മൂടി വെച്ച സാധനം നമ്മളൊന്ന് ഈ വാഞ്ഞലിൽ ഒന്ന് ഇങ്ങനെ വെക്കുകയാണ്. ഇതൊന്ന് നമുക്കിത് ഒന്ന് ഇങ്ങനെ അപ്പോൾ നമ്മളിത് നന്നായി ചുറ്റി കൊടുക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ടാണ് ചുറ്റുന്നത്. അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു കയറ് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ചുറ്റി കെട്ടാണ്, വാഞ്ഞല പുറത്തേക്ക് വരാതിരിക്കാൻ, വാഞ്ഞല പൊട്ടാ പോകാതിരിക്കാൻ നമ്മളിങ്ങനെ കെട്ടുന്നത്. നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടാണ് നമ്മൾ ചുറ്റിയിട്ട് നല്ല പോലെ കെട്ടിയെടുക്കണം നമുക്ക്. നമ്മളിപ്പോൾ അത് നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ ഭാഗം കണ്ടോ, നമുക്കൊന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിൻ്റെ മേലെ ഒന്ന് അലുമിനിയം ഫോയിൽ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മളതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ സെവനപ്പിൻ്റെ കുപ്പിയുടെ മേലെ നമ്മൾ ആദ്യം മൈദമാവൊക്കെ വെച്ച്, പിന്നെ അതിൻ്റെ മേലെ നമ്മുടെ വാഞ്ഞല ഒന്ന് റോൾ ചെയ്ത് വെച്ച്, പിന്നെ അതിൻ്റെ പിറകെ തന്നെ നമ്മുടെ അലുമിനിയം ഫോയിൽ ഒന്ന് റോൾ ചെയ്ത് അതിൻ്റെ മേലെ നമ്മൾ ചെമ്പ് കമ്പി ഒന്ന് ടൈറ്റ് ആക്കി കെട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങളോട് കാണാൻ കഴിയും. ഇനി നമ്മൾ അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കത്തിച്ച് നമ്മൾ അതിലേക്ക് വെക്കണം. അതിന് മുന്നേ കാര്യം പറയാനുണ്ടായിരുന്നു, നമ്മളിതാ ഒരു പരീക്ഷണത്താണ് നമ്മൾ ചെയ്തത്. നമ്മൾ കാടത്തേക്ക് കയറുന്ന വലിയ ഉറപ്പൊന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പൊലിവായിക്കണം. കാടത്തിൽ കയറി എനിക്ക് സമാധാനമാണ്. ഞങ്ങൾക്ക് അടുത്ത ഘട്ടം നോക്കട്ടെ നമുക്ക്. അപ്പോൾ നമ്മുടെ കുഴി തരാം ഇവിടെ. നമുക്ക് നമ്മളെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം മെല്ലെ. അപ്പോൾ നമ്മളത് വൈക്കോൽ നമുക്ക് ഇതിൻ്റെ വായിടാണ്. അപ്പോൾ നമ്മളത് 2 ഘട്ടമായിട്ട് ഇടാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളത് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ അതാ കത്തിക്കുകയാണ്. നല്ല എഫേർട്ട് എടുത്ത് കത്തിക്കുക. കുറേ നേരം കത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊന്ന് എടുക്കാൻ കെട്ട് പോവുകയാണ്. ചെറിയ മഴ ഉണ്ടാകുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിതാ വൈക്കോലിൻ്റെ പിറകിൽ ചകിരിപ്പൊളിയും എല്ലാം വെച്ചിട്ട് ഒരു 45 മിനിറ്റ് നമുക്ക് കത്തിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ കുറച്ച് നേരം കത്തുന്നത്. ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ അതാ കത്തിക്കാൻ കഴിഞ്ഞിട്ട് ഒരു 45 മിനിറ്റിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് കത്തി വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ ഒന്ന് നോക്കി നോക്കണം. അപ്പോൾ നമ്മളിതാ ആദ്യത്തെ നമ്മൾ ചകിരിപ്പൊളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടു. അപ്പോൾ അച്ഛന്മാരെ, അപ്പോൾ നമ്മളിത് അത് എടുക്കാൻ പോകട്ടെ. നമ്മൾ ഈ തോത്തുകൊണ്ടോണ്ട് ഒന്ന് വെറുതെ ഒന്നിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കുക. ഇങ്ങനെ ഒന്ന് വാഴയിൽ കൊണ്ടുപോയി വെക്കട്ടെ നമ്മൾ. അപ്പോൾ ഇതാ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്. നമുക്ക് ഒന്ന് തണുത്ത് വരണം കേട്ടോ. അപ്പോൾ അച്ഛന്മാരെ, അപ്പോൾ നമ്മുടെ സാധനം റെഡിയായി വന്നിട്ടുണ്ട്, തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. അതിൽ പുറത്തുള്ള കമ്പിയും പിന്നെ നമ്മുടെ അലുമിനിയം ഫോയിലും വയലൊക്കെ നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സേവനപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് പോകാം. നമുക്ക് ഈ കത്തി ഉപയോഗിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ കമ്പി എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇനി നമുക്കിതാ നമ്മുടെ അലുമിനിയം ഫോയിലും എടുത്ത് റിമൂവ് ചെയ്ത് കളയാം. നമ്മുടെ അലുമിനിയം ഫോയിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാഴൻ്റെ വാഴ കെട്ടി വെച്ച ആ കയറൊന്ന് കെട്ടിക്കല്ലേ. അതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വാഴ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മൾ പുറത്ത് വെച്ച മാവ് ഉണ്ടല്ലോ, ആ മൂടി വെച്ച മാവ്, അത് നമുക്കൊന്ന് എടുത്ത് കളയാം. കത്തി വെച്ച് ഒന്ന് റിമൂവ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ആ മാവ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ കഴിയും. ഇനി നമുക്കിത് നമ്മളെ ടിന്നുണ്ടല്ലോ ഒന്ന് മുറിച്ച് കളയണം. അപ്പോൾ നമുക്കിത് അതുപോലത്തെ ഒരു കത്തി എടുത്തിട്ട് ഒരൊറ്റ കുത്ത് കൊടുക്കുക. അവിടെ ഒരു ഹോള് വീഴും. ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഒന്ന് ഹോള് വീഴാം. പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊണ്ടാ. ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മോനെ കീടുമായിട്ട് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് സംഭവം നമ്മൾ കാണാൻ നല്ല അടിപൊളിയാക്കണം. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കറക്റ്റായി പോന്നിക്കണം. അപ്പൊ നമ്മുടെ കാളക്കുട്ടൻ റെഡി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കാളക്കുട്ടനാണ്. കണ്ടോ എലിഫന്റിന്റെ തുമ്പിക്കഞ്ഞ വേണ്ടോ പൊന്നിച്ചുണ്ടോ. ഇനി നമുക്ക് മെല്ലെ നമുക്ക് പാല വെച്ചെടുക്കട്ടെ നമ്മള്. അപ്പൊ നമുക്ക് ഡെക്കറേഷൻ എന്ന പേരിൽ കുറച്ച് ഉള്ളിയൊക്കെ മേലൊക്കെ ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇനി ഉള്ളിയൊക്കെ കൂടി നമുക്ക് തിന്നട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിത് ഉണ്ടാക്കി വെച്ച തക്കാളി പേസ്റ്റ് ആട്ടോ. നല്ല അടിപൊളി സാധനമാണ്. നിങ്ങൾ കാണാൻ കഴിയും. നല്ലൊരു കിടുവാട്ടത്. ഇത് നമുക്ക് നമ്മളെ കാടയുടെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചാൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് കിടുവായിട്ട് സാധനം മാറും. അപ്പോൾ മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ കാട റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സെറ്റപ്പാണ്. 7up കാട, അതാണ് നമ്മുടെ സാധനം. നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അനിയത്തിമാരും കൂടുതലുണ്ട്, കൂടെ ഉണ്ട്. അപ്പോൾ ഏത് നേരം എൻ്റെ പിന്നാലെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കൊടുന്നാണ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കൊടുന്നാണ് പോലെ അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. ഇതുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇവൾക്കാണ് കൊടുക്കുന്നത്. ഇവൾക്ക് കുറച്ച് ആർത്തി കൂടുതൽ വെയിറ്റ് ചെയ്ത് നല്ല ആർത്തി കൂടിക്കണം. എന്നാ ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞ കേട്ടോ. കഴിയട്ടെ എന്നോ. നമുക്ക് അടുത്ത പീസ് പൊട്ടിച്ചേക്കാം. അടുത്ത ആൾ കൊടുക്കാം. അതൊക്കെ ഉണ്ടാവും. നമ്മൾ നേരത്തെ 7up ചേർത്തില്ലേ. അപ്പൊ നമ്മളിപ്പോ അടുത്ത പൊട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ഇവൾക്ക് കൊടുക്കാൻ പോവാണ്. തിന്നോക്കണി. അഭിപ്രായം പറയട്ടോ. ഓള് പറഞ്ഞാർക്ക് എന്തെങ്കിലും പറ. സത്യം പറഞ്ഞോ. ഓള് പറഞ്ഞാർക്ക് വേവ് കുറവാണ്, എന്നാലും അടിപൊളി. അപ്പൊ നമ്മളിപ്പോ ചെറിയ പീസ് പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തിന്ന് കൊച്ച് തീർന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തിന്നത്. ആ ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി. ചെറിയൊരു വേവ് അമ്മയുണ്ട്, അതാണ് ഇങ്ങനെ തോന്നുന്നത്. നല്ല അടിപൊളി കേട്ടോ. തക്കാളി സോസ് ഉണ്ടല്ലോ, അത് അടിപൊളിയാട്ടോ. നമുക്ക് ഉള്ളിലൊക്കെ നല്ല ആക്കിയിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോസിലെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ നമ്മൾ കാട അടിപൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി കേട്ടോ. നമ്മൾ ഇതിന് ലേശം വേവ് കുറവുണ്ട്. നല്ല അടിപൊളി ആയിക്കണം. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ബൈ.